ചെസ് കളിക്കുമ്പോൾ അവൻ തോൽക്കുന്ന അവസ്ഥ ഉണ്ടായാൽ തോൽക്കുക തന്നെ ചെയ്യും. ആ തോൽവികൾ അവനെ പാകപ്പെടുത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വിദ്യാലയത്തിൽ പോകുന്നത് പഠിക്കാനും പരീക്ഷ ജയിക്കുവാനും മാത്രമല്ല, കളികളിലും പഠനത്തിലും പരാജയപ്പെടുവാനും അതിനെ നേരിടുവാനും ആണ്. ഈ അർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാവശ്യമാണ്. വളരെ പ്രശസ്തവും ഒരുപാട് പേർക്ക് ഉൾക്കാഴ്ച നൽകിയതുമായ 1843 ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എഴുതിയ ദി അഗ്ലി ഡക്ലിംഗ് എന്ന കഥ എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും വായിച്ചിരിക്കേണ്ടതാണ്. താറാവ് മുട്ടകൾക്കൊപ്പം വിരിഞ്ഞ അരയന്ന കുഞ്ഞിനെ തള്ളത്താറാവും കൂടെയുള്ള താറാവ് കുഞ്ഞുങ്ങളും കളിയാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. രൂപത്തിലും ശബ്ദത്തിലും അരയന്ന കുഞ്ഞ് താറാവുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണല്ലോ. വളരെ വേദനിക്കുന്ന അരയന്നത്തിന്റെ കുഞ്ഞ് പിന്നീട് അരയന്നങ്ങളുടെ കൂട്ടത്തെ കണ്ടപ്പോഴാണ് തന്റെ സ്വത്വം തിരിച്ചറിയുകയും സന്തോഷിക്കുകയും ചെയ്തത്. വികൃത രൂപമെന്നോ കഴിവില്ലായ്മയെന്നോ അല്ല, മറിച്ച് വ്യത്യസ്തമായ സൗന്ദര്യമെന്നോ കഴിവുകളെന്നോ ആണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എന്ന് പഠിപ്പിച്ച ആ ഗുണപാഠം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമമാക്കപ്പെടേണ്ടതാണ്. പരാജയങ്ങൾ ആർക്കും വേണ്ട, എന്നാൽ നല്ലൊരു പ്രതിസന്ധി പാഴായി പോകാൻ നിങ്ങൾ അനുവദിക്കുകയും അരുത്. ഹെൻറി പെട്രോസ്കി. 2. പരാജയങ്ങൾ പഠനവിധേയമാക്കേണ്ടതാണ്. വിജയങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ ഫലപ്രദമായ ഒരു വിജയ പദ്ധതി തയ്യാറാക്കാനാവില്ല. പരാജയങ്ങളെക്കുറിച്ച് കൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് വിജയത്തിലേക്കുള്ള വഴികൾ വ്യക്തമാകുക. സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിലെ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് പ്രൊഫസറായ ജർക്കർ ഡെൻഡൽ നടത്തിയ ഗവേഷണം പരാജയങ്ങളെക്കുറിച്ച് പഠിക്കാതെ വിജയങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നത് നമ്മളെ തെറ്റായൊരു ദിശയിലേക്ക് നയിക്കും എന്ന് സ്ഥാപിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം. പ്രശസ്തമായ ബിസിനസ് പുസ്തകങ്ങളും പ്രശസ്ത ബിസിനസ് ഗുരുക്കന്മാരും പറയുന്നത് വിജയിച്ച കമ്പനികൾ ഒരു പ്രധാന ഉൽപ്പന്നത്തിൽ ഫോക്കസ് കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൊഡാക് കമ്പനിക്കും സിറോക്സ് കമ്പനിക്കും എന്ത് സംഭവിച്ചു? ഒരു ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചില കമ്പനികൾക്കെങ്കിലും തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചില്ല. വിജയിച്ചവർക്കെല്ലാം പൊതുവായി കണ്ടേക്കാവുന്ന ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലും ഒന്നിൽ തന്നെ നിരന്തരമായി പ്രവർത്തിക്കുക, പെർസീവറൻസ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ ഗുണം തന്നെ നമ്മുടെ പരാജയത്തിനും ഇടയാക്കിയേക്കാം. കാരണം ചെയ്യുന്ന ഒരു കാര്യം നല്ല പദ്ധതി അല്ലെങ്കിൽ അതിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിലും ഭേദം വിട്ടുപോകലാണ്. വിട്ടുപോകലാണോ പിടിച്ചു നിന്ന് പ്രവർത്തിക്കലാണോ നല്ലത് എന്നത് വിജയങ്ങളെക്കുറിച്ച് മാത്രമല്ല പരാജയങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോഴാണ് നമുക്ക് തീരുമാനിക്കുവാൻ സാധിക്കുക. ആയതിനാൽ വിജയത്തിന്റെ പദ്ധതി ഉണ്ടാക്കുമ്പോഴെല്ലാം വിജയങ്ങളെ എന്നതുപോലെ പരാജയങ്ങളെയും പഠനവിധേയമാക്കേണ്ടതുണ്ട്. എങ്കിലേ ആ വിജയ പദ്ധതി കൂടുതൽ സമഗ്രമാകുകയുള്ളൂ. ഡെൻറൽ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാജയങ്ങൾ അനുഭവപ്പെടുന്നു? ചില ചിന്തകരെങ്കിലും വിജയങ്ങളും പരാജയങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല, അനുഭവപ്പെടുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. ഗസ്റ്റാൾഡ് മനഃശാസ്ത്രത്തിൽ പറയുന്നു, വിജയവും പരാജയവും അനുഭവപ്പെടുന്നതിൽ യഥാർത്ഥ പങ്ക് പ്രവൃത്തിയിലല്ല, പകരം പ്രതീക്ഷയുടെ നിലവാരത്തിലാണ്. ലെവൽ ഓഫ് ആസ്പിറേഷൻ. ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ ഫെർണിലാൻഡ് ഹോപ്പ് 1930 നടത്തിയ ഗവേഷണ പഠനം ഇത്തരം ചിന്തകളെ സമഗ്രമായി വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണം, കാർ വാങ്ങിക്കണം എന്ന് പ്രതീക്ഷയുള്ള ഒരാൾക്ക് കാർ ഓടിക്കുവാൻ അറിയില്ല എന്നത് വിഷമമുണ്ടാക്കിയേക്കാം. പക്ഷേ അയാൾക്ക് വിമാനം പറത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അയാളുടെ പ്രതീക്ഷയുടെ നിലവാരം കാറിൽ അവസാനിക്കുന്നു. വിമാനം പ്രതീക്ഷയിലില്ല, അതുകൊണ്ട് വിമാനം പറത്തലിന്റെ കാര്യത്തിൽ പരാജയം അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ സാധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമ്പോൾ, ഉദാഹരണത്തിന് വാച്ചിൽ സമയം നോക്കി പറയുമ്പോൾ വിജയം അനുഭവപ്പെടുന്നില്ല. കാരണം ആ സാധാരണ പ്രവൃത്തി നമ്മുടെ പ്രതീക്ഷയേക്കാൾ വളരെ ചെറുതാണ്. ചുരുക്കത്തിൽ പ്രതീക്ഷയേക്കാൾ വളരെ ഉയർന്ന പ്രവൃത്തികളിൽ സംഭവിക്കുന്ന പരാജയവും പ്രതീക്ഷയേക്കാൾ വളരെ ചെറിയ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന വിജയവും നമുക്ക് അനുഭവപ്പെടാറില്ല. അതായത് നിങ്ങൾക്ക് എന്തിലെങ്കിലും പരാജയം അനുഭവപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ സത്യം. മനുഷ്യജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാവുക എന്നത് മഹത്തരമാണ്. പരാജയങ്ങൾ അതിന്റെ ചൂണ്ടുപലകകളാണ്. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമകാലീന സമൂഹത്തിൽ നിന്ന് വിശകലനം ചെയ്യാവുന്ന ഒരു വിഷയമാണ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, MLM അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിൽസ് വ്യവസായം. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസായവുമാണിത്. ഇതേക്കുറിച്ച് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം പരാജയപ്പെടുന്നവരുടെ അനുപാതം വളരെ കൂടുതലാണ് എന്നതാണ്. വസ്തുതാപരമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ മറ്റുള്ള വ്യാപാര മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വ്യവസായത്തിലെ പരാജയത്തിന്റെ അനുപാതം ഒട്ടും കൂടുതലല്ല. കാരണം മുടക്കുമുതൽ താരതമ്യേന ചെറുതാണ്. എന്നിട്ടും എന്തുകൊണ്ട് പരാജയം കൂടുതലാണെന്ന് പരാതികൾ ഉണ്ടാകുന്നു? കാരണം ഈ വ്യവസായത്തിന്റെ പ്രത്യേകതയായി കൊടുക്കപ്പെടുന്ന പ്രചോദനാത്മകമായ പരിശീലനങ്ങളും മോട്ടിവേഷണൽ ട്രെയിനിങ്സ്, ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള വിചിന്തനവും ആ വ്യവസായത്തിൽ ഉൾപ്പെടുന്ന ആളുകളുടെ പ്രതീക്ഷാ നിലവാരം കൂട്ടുന്നു എന്നതാണ്. എന്നാൽ വർദ്ധിച്ച ആ നിലവാരത്തിനനുസരിച്ച് സാഹചര്യങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിയുടെ പ്രയത്നമില്ലായ്മ കൊണ്ടോ അയാൾക്ക് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് പരാജയം അനുഭവപ്പെടുന്നു. ഇങ്ങനെ അനുഭവപ്പെടുന്ന പരാജയവും നമ്മുടെ തെറ്റുകളെ മറ്റുള്ളവരിൽ ആരോപിക്കുവാനുള്ള സാധാരണക്കാരന്റെ പ്രവണതയും കൂടിയാകുമ്പോൾ പരാജയം പരാതികളായി മാറുന്നു. പരാജയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? പൊതുവായി പരാജയം അനുഭവപ്പെടുമ്പോൾ 4 കാര്യങ്ങളിൽ അത് നമ്മളെ ബാധിക്കും. 1. പെരുമാറ്റം, ബിഹേവിയർ. ഉദാഹരണത്തിന് നടത്തത്തിന്റെ വേഗം കുറയുക, നിവർന്ന് നടക്കാതിരിക്കുക മുതലായവ. 2. വൈകാരികം, ഇമോഷണൽ, അതായത് ദുഃഖം, വിഷാദം മുതലായവ അനുഭവപ്പെടുക. 3. ചിന്താരീതി, കോഗ്നിറ്റീവ്. ഉദാഹരണത്തിന് ചെറിയ ചെറിയ പരിഹാസങ്ങൾ പോലും വേദനകളായി, ഇൻസൾട്ട് അനുഭവപ്പെടുക. 4. ശാരീരികം, ബയോളജിക്കൽ. ഉദാഹരണത്തിന് ഉറക്കം, വിശപ്പ് എന്നിവ കുറയുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളിലും ഉണ്ടായിരുന്ന സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം, പരാജയങ്ങൾ മാറ്റിമറിക്കുന്നു. സ്വാഭാവികമായും മനുഷ്യപ്രകൃതി ഈ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ ശ്രമം നടത്തുന്നു. സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുവാനുള്ള ഈ ശ്രമത്തിനിടെ നമ്മൾ പുതിയ പെരുമാറ്റവും വൈകാരിക കഴിവുകളും, ഇമോഷണൽ സ്കിൽസ്, ചിന്താരീതികളും, തിങ്കിംഗ് പാറ്റേൺസ്, ശാരീരിക അവസ്ഥയും, ബയോളജിക്കൽ സ്ട്രെച്ചിങ് ആർജിക്കുന്നു. പരാജയങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ട സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുമ്പോൾ നമ്മൾ ആർജിക്കുന്ന പുതിയ കഴിവുകളാണ് പിന്നീട് നമ്മുടെ വിജയങ്ങൾക്ക് സഹായകരമാവുന്നത്. ഭൂരിപക്ഷത്തിനെയും എന്തുകൊണ്ട് പരാജയം തളർത്തുന്നു? മേൽ വിവരിച്ചതുപോലെ പരാജയങ്ങൾ പുതിയ കഴിവുകൾ സമ്മാനിക്കുവാനാണ് സാധ്യത. എന്നിരുന്നിട്ടും എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷത്തിനെയും പരാജയം തളർത്തുന്നു എന്ന ചോദ്യം ഉയരുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞ കരോൾ ഡ്വക്ക് നടത്തിയ ഗവേഷണം ഇതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. പരാജയങ്ങളെ മനുഷ്യൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് 40 വർഷം പഠനം നടത്തിയ അവർ
അവസാനം എത്തിച്ചേർന്നത് വ്യത്യസ്തമായ രണ്ട് മാനസികാവസ്ഥകളെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ് നിഗമനത്തിലാണ്. ഒന്ന്, സ്ഥിരമായ അല്ലെങ്കിൽ മാറാത്ത മാനസികാവസ്ഥ, ഫിക്സഡ് മൈൻഡ് സെറ്റ്. രണ്ട്, മാറുന്ന അല്ലെങ്കിൽ വളരുന്ന മാനസികാവസ്ഥ, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. മാറാത്ത മാനസികാവസ്ഥ ഉള്ളവർ പരാജയങ്ങളെ അവഹേളനങ്ങളായി കാണുകയും വളരുന്ന മാനസികാവസ്ഥ ഉള്ളവർ പരാജയങ്ങളെ അവസരങ്ങളായി കാണുകയും ചെയ്യുന്നു. വളരുന്ന മാനസികാവസ്ഥ ഉള്ളവർ ഏതെങ്കിലും ദൗത്യത്തിൽ പരാജയപ്പെടുമ്പോൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രീകൃത മാനസികാവസ്ഥ, ഫോക്കസ്ഡ് മെന്റൽ സ്റ്റേറ്റിലേക്ക് കടക്കുകയും തെറ്റുകളെ കൃത്യമായി കണ്ടെത്തുകയും വളരുകയും ചെയ്യും. ആയതിനാൽ വളരുന്ന മാനസികാവസ്ഥ ഉള്ളവരുടെ പരാജയങ്ങൾ അവരുടെ തലച്ചോറിനെ കൂടുതൽ പ്രവർത്തനനിരതമാക്കുമെന്ന് അവർ കണ്ടെത്തി. നാം ജനിക്കുമ്പോൾ വളരുന്ന മാനസികാവസ്ഥയോടെ ജനിക്കുകയും മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരും കൂടി നമ്മളെ മാറാത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്നു. ഇത് അവർ ബോധപൂർവം ചെയ്യുന്നതല്ല. പരാജയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കരോൾ ഡ്വക്കിന്റെ മനോഹരമായ നിർദ്ദേശം ഇതാ: പരാജയങ്ങളെ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തിത്വത്തിലേക്ക് മാറ്റാതിരിക്കുക. നെവർ ലെറ്റ് ഫെയിലിയർ പ്രോഗ്രസ് ഫ്രം ആൻ ആക്ഷൻ ടു ആൻ ഐഡന്റിറ്റി. ഉദാഹരണത്തിന്, നിങ്ങളുടെ മകൻ പരീക്ഷയിൽ തോറ്റാൽ അവൻ പരീക്ഷ എന്ന പ്രവൃത്തിയിലാണ് തോറ്റത്, അല്ലാതെ പരാജിതൻ എന്ന് അവന്റെ വ്യക്തിത്വത്തിൽ ആരോപിക്കരുത്. വളരുന്ന മാനസികാവസ്ഥ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്ന ശ്രമങ്ങളിൽ ഒരുപാട് തവണ ലക്ഷ്യം കാണാതിരുന്നിട്ടും അദ്ദേഹം അതിനെ പരാജയങ്ങളായിട്ടല്ല കണ്ടത്. പകരം ബൾബിന്റെ നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത ചേരുവകളെ തിരിച്ചറിയുവാനുള്ള അവസരങ്ങളായിട്ടാണ് ആ ശ്രമങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. സതേൺ കാലിഫോർണിയ സർവകലാശാലയിലെ മനഃശാസ്ത്രജ്ഞ പ്രൊഫസർ ആന്റോണി ബെക്കാര പരാജയങ്ങളെ തലച്ചോറുമായി ബന്ധപ്പെടുത്തി നടത്തിയ പഠനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, ഒരു സാധാരണ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ജീവികൾക്ക് പഠിക്കുവാനും ശക്തിപ്പെടുവാനുമുള്ള അവസരങ്ങൾ എന്ന നിലയ്ക്ക് പരാജയങ്ങൾ സ്വീകാര്യമാണ്. സൂര്യൻ മറയുമ്പോൾ കരയരുത്, കാരണം കണ്ണീരുകൊണ്ട് നക്ഷത്രങ്ങളെ കാണാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. വയലറ്റ് പര. 3, എന്തുകൊണ്ട് പരാജയങ്ങളിൽ നിന്ന് പഠിക്കണം? ഗൂഗിൾ തരംതിരിച്ച പുസ്തകങ്ങളിൽ പബ്ലിക്കേഷൻസ്, ഡിജിറ്റൈസ്,